നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളർന്നു വരുന്ന അമൃത, അഭിരാമി, സുരേഷ് സംഗീത സഹോദരിമാരുമായിട്ടുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിൽ. അവരുടെ സംഗീത സബരിയിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. അഭിരാമിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലായിടത്തും പോയി തൊണ്ടുകൊണ്ടിട്ട് പോകും അല്ലേ? അഭിരാമി വിചാരിച്ചു അഭിരാമിയെ കുറിച്ച് ഞാൻ വളരെ പൊക്കി പറയാമെന്ന് വിചാരിച്ചിട്ട് വളരെ ഗൗരവത്തില് ഷോൾഡറൊക്കെ ഇങ്ങനെ പൊക്കി കുറച്ചത് ഗ്രഹത്തത്. പല കഴിവുള്ള പിള്ളേരും മത്സരത്തിന് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കോസ്റ്റ്യൂമിന് മാർക്ക് ആ ഷോയിൽ നിന്ന് നേടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വളരെ മോശപ്പെട്ട മാർക്ക് നേടിയിരുന്നു. അന്ന് ആ ഡ്രസ്സെല്ലാം വളരെ നന്നായിരുന്നു, പക്ഷേ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് ഭയങ്കര സ്ട്രൈക്കിംഗ്ലി ബാഡ്. ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഇറങ്ങാൻ നേരത്തെ അങ്കിള് കാറിലോട്ട് വിളിച്ചിട്ട് എനിക്ക് കുറച്ച് പൈസ വേറെയും തന്നിട്ട് ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞു. ഒരു നോർമൽ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒക്കെ മുകളിലാണ് അതിൽ നിന്ന് വരുന്ന ചെലവുകൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഔട്ടായതും SMS-ന്റെ കുറവുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയോ? അതെയോ കാണേണ്ട പ്രായം ആയിട്ടില്ലേ? അതെയോ അങ്ങനെ കാണേണ്ട ഒരു കാര്യമല്ലേ ഇത്? അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഞാൻ നോട്ടി വെക്കുന്നുണ്ട്. എന്താ കാരണം ഇനി വല്ല പൈസ ഇല്ല അമൃതം പറയുകയാണെങ്കിൽ ഏത് പിന്നീട് വല്ല ഷോകൾക്കൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അതിന് വേറെ കാര്യം പറഞ്ഞു, പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരത് നോട്ട് ചെയ്യണം കേട്ടോ. ഈ ബാൻഡ് കൾച്ചറിൽ വന്നപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് മ്യൂസീഷ്യൻസ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയി. ആർക്കാണെന്ന് മാത്രം ഞാൻ ആദ്യം ഞാൻ പറയില്ല. പ്രത്യേകിച്ച് അച്ഛൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ഞാൻ അഭിരാമിയുടെ ഒരു സൈക്കോളജി മനസ്സിലാക്കി. സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരെ വന്നേരം. പക്ഷെ പൊക്കി പറഞ്ഞാലൊന്നും അങ്ങനെയൊന്നും പറയില്ല. കിട്ടേണ്ട പാട്ടുകൾ അമൃതക്ക് കിട്ടാതെ പോയി എന്നുള്ളൊരു തോന്നല് എനിക്ക് തോന്നുന്നതാണ്. അതെനിക്കൊന്ന് അഭിരാമി ഷെയർ ചെയ്യുന്നില്ലേ? എന്റെ സ്പെഷ്യൽ പാട്ടൊന്നല്ല, എനിക്ക് എന്തുകൊണ്ട് അതിലൊരു ചാൻസ് കിട്ടണില്ല, ഏതെങ്കിലും ഒരു പാട്ട് കിട്ടിക്കൂടെ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കുറച്ച് കോറിയോഗ്രാഫിയുടെ ആവശ്യമില്ലേ? നെറ്റ്വർക്കിംഗ്, കോറിയോഗ്രാഫി, PR എന്തൊക്കെയാണ് വേണ്ടത്? അമൃതയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് ആസ് എ സിസ്റ്റർ, ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ സിംഗർ. വാട്ട് ഷുഡ് ബി ഹർ ബെസ്റ്റ് സ്ട്രെങ്ത്? ഏറ്റവും നല്ലൊരു സ്ട്രെങ്ത്. ആസ് എ പേഴ്സൺ ഭയങ്കര ജെന്യുവൻ ആണ്. അതായത് പറ്റിക്കാൻ പറ്റും ആൾക്കാർക്ക് വെരി ഈസിലി. ദാറ്റ് കുഡ് ബി ദ ബാഡ് സൈഡ് ഓൾസോ. ഷീ ഈസ് വെരി ജെന്യുവൻ ആൻഡ് വെരി സോഫ്റ്റ് ഹാർട്ടഡ്. ഈ പറയുന്ന ലൈക്ക് കാണുന്ന ഇൻ ഹർ കേസ് ലുക്സ് നോട്ട് ഡിസീവിങ്. ഈസ് വെരി സോഫ്റ്റ് ഹാർട്ടഡ്. അപ്പോൾ ആൾക്കാർക്ക് വേഗം ഇഷ്ടപ്പെടും. ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ആസ് എൻ ആർട്ടിസ്റ്റ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചി കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുള്ള ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു, പക്ഷെ ഷീ ഈസ് റെഡി ടു വെയിറ്റ്. ആ ഒരു പേഷ്യൻസ് ഉണ്ട്. അമൃതയുടെ ഒരു ഗാനം ഒരുപക്ഷെ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. അങ്ങനെ ഒരു ഗാനം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു ഗായിക പിന്നെ എന്തുകൊണ്ട് പിന്നീട് ഇതുപോലുള്ള ഗാനങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് എന്നെ പോലെ പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലം ചിന്തിച്ചു. ഞാൻ നിങ്ങളുടെ ഒരു 1-2 പെർഫോമൻസ് കണ്ട ശേഷമാണ് ഞാൻ സ്റ്റാർട്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഓണസ്റ്റ് ആയിട്ട് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച് യോഗത്തിൽ വരേണ്ടതില്ല. ഞാൻ കാണിച്ചു തരാം. വളരെ വളരെ പ്രധാനപ്പെട്ട, എനിക്ക് ഒരുപാട് ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു. ആക്ച്വലി ഈ പാട്ട് ഇത് ഇങ്ങനെയുള്ളൊരു പാട്ടല്ല, ഇതൊരു 4 വരി പാട്ടാണ്. ഇത് ഇസ്രേലി ഫോക്ക് സോങ് ആണ്. അപ്പം ഇതിൻ്റെ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ വന്നു പോയപ്പം ഒരു അട്രാക്ഷൻ തോന്നിയതാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു നമ്മുടെ ഇന്ത്യൻ തബല, ഡോലക്ക്, ഫ്ലൂട്ട്, സന്തൂർ അതൊക്കെ വെച്ചിട്ട് ഇന്ത്യനൈസ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു. ഈ പാട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇസ്രയേലിലെ ഫേസ്ബുക്കിലുള്ള ഒരു ജൂവിഷ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടൊരു പേജുകാർ ഇതെടുത്ത് ഷെയർ ചെയ്തു അവരുടെ. ദ ഫസ്റ്റ് ഇന്ത്യൻ ബാൻഡ് ടു പെർഫോം ഹവ നഗീല എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു 8 മില്യൺ വ്യൂസ് ക്രോസ് ഇന്റർനാഷണൽ.
അതിനുശേഷം ഞങ്ങളുടെ പേജിലെ ലൈക്ക് കൂടി, കുറേ പേഴ്സണലും ഫോർമലും ഇൻഫോർമലും ആയിട്ട് കുറേ ഇൻവിറ്റേഷൻസ് ഞങ്ങൾക്ക് ഇസ്രയേലിലേക്കും പുറത്ത് രാജ്യങ്ങളിലേക്കും ഷോസിന് കിട്ടി. ഞങ്ങളുടെ ഫുൾ ബാൻഡിന് നമ്മൾ വിചാരിക്കുന്നതിലും ഭയങ്കര ഒട്ടും ഇമാജിൻ ചെയ്യാത്തൊരു റീച്ചായിരുന്നു ഈ സോങ്ങിന് ഉണ്ടായിരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലി കുറച്ച് 2-3 പ്രോജക്ട്സ് ഇപ്പം എനിക്ക് വന്ന് നിൽപ്പുണ്ട്. വലിയൊരു ഓപ്പണിംഗ് ആണ് അല്ലേ? എടുക്ക മൈക്ക്. മോള് കേൾക്കാറില്ലേ? അവളാണ് മിക്കവാറും സമയത്തിൽ ഈ പാട്ട്, അവൾക്ക് മിക്കവാറും ഉറങ്ങാൻ നേരത്തെ ഞങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പാട്ട് ഇട്ട് കൊടുക്കണം. അവൾക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, അതിങ്ങനെ നെഞ്ചത്ത് വെച്ച് ലൈറ്റായിട്ട് മ്യൂസിക് ഇട്ടിട്ട് ഞങ്ങളുടെ പാട്ട് തന്നെ മാറ്റാനൊന്നും സമ്മതിക്കില്ല. എൻ്റെ ഒരു വലിയ ഫാനാണ്. എന്നെ കുറിച്ച് ആരെയും ഒന്നും പറയാനും സമ്മതിപ്പിക്കില്ല. തീർച്ചയായും. അതായത് എന്താണ്, ഞങ്ങള് വീട്ടില് ഫ്രണ്ട്സ് വന്നേ, എന്റെ ഫ്രണ്ട്സ് വന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ എന്തോ പറഞ്ഞപ്പോ പൊടാ പട്ടി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്രണ്ട്സ്. അപ്പൊക്ക് ഇവള് ഓടി വന്നിട്ട് അപ്പൊ ഇവള് ഓടി വന്നിട്ട് ആന്റി പട്ടീനെ വിച്ചാൻ പാടില്ല, നമ്മളിങ്ങനെ പറയുമ്പോ പറഞ്ഞു കൊടുക്കുമല്ലോ, പട്ടീനെ വിച്ചാൻ പാടില്ല, അഭിയമ്മേനെ മാത്രം വിച്ച. ഇവർ രണ്ടുപേരും ഭയങ്കര അടിയാണ്. കൂട്ടാണല്ലേ? അഭിമാനം തോന്നിയില്ലേ? എനിക്ക് പണ്ടേ മുതലുള്ളതാണത്. ഈ അമൃതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണ്? മടിയാന്ന് തോന്നുന്നു. മടിയാണ്. മടി മാത്രമേ ഞാനൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടുള്ളൂ. മടിയില്ലാത്ത ആളാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ചോദ്യം. കമ്പാരിറ്റീവ്ലി എനിക്കായിരിക്കും മടി കൂടുതൽ, അല്ലേ? അല്ല, കുറവ്. ഇവിടെ കുറച്ചും കൂടെ എന്നെക്കാളും വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ചേട്ടാ. കുറെ കാര്യങ്ങളുണ്ട് ഈ മടിക്ക്. ബേസിക്കലി എനിക്ക് മടിയുണ്ട്. മടിയന്മാർക്ക് എപ്പോഴും അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞു, ഞാൻ പറയണില്ല അത്. ഹലോ, രണ്ടുപേർക്കും സുഖമാണെന്ന് കരുതുന്നു. ആദ്യം ബ്രിട്ടാസിൻ്റെ അടുത്താണ് കേട്ടോ ഒരു ചോദ്യം. ബ്രിട്ടാസേ, ഈ 2 കളികളെ ഒരുമിച്ച് എങ്ങനെ കിട്ടി? ഇനി നിങ്ങളുടെ അടുത്ത് എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഈ സിംഹത്തിൻ്റെ മടയിലെത്തി നിങ്ങൾ? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടാ. അമൃതയുടെ കാഴ്ചശക്തിയൊക്കെ തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞതിൽ കുറേ സന്തോഷം കേട്ടോ. ഈ അടുത്ത കാലത്ത് കണ്ണാടി ഇടാത്ത ഒരു അമൃതയുടെ പടം ഞാൻ കണ്ടിരുന്നു, അതാണ് ചോദിച്ചത്. പിന്നെ കണ്ണാടി ഇടുന്നത് ഇടാതിരിക്കുന്നതും അല്ല നമുക്ക് വിഷയം. കാണുന്ന കാഴ്ചകളിൽ നല്ലതേത് ചീത്തയേതെന്ന് മനസ്സിലാക്കുക എന്നതാണ് സുപ്രധാനം. പിന്നെ അമൃത എനിക്ക് ഫിലിമിൽ പാടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടിരുന്ന ആ കാലം തൊട്ട് എനിക്ക് അമൃത അറിയാവുന്നതാണ്. ആ സീസണിൽ പാടിയിട്ടുണ്ടായിരുന്നു. നല്ല പാടാൻ കഴിവുള്ള ആളാണ് അമൃത. അപ്പോൾ എന്തൊക്കെയാലും അമൃതയ്ക്ക് എല്ലാ ഭാഗ്യങ്ങളും സംഗീതത്തിൻ്റെ കാര്യത്തിൽ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ അഭിരാമി,
ഇവള് ചെറുപ്പത്തിലെ തൊട്ട് റൗഡിയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുമാത്രമല്ല, മിമിക്രിക്കാരുടെ ഇടയിലേക്ക് എന്നെ വലിച്ചഴിച്ചങ്ങ് ഇട്ടുകൊടുത്തത് ഇവളാണ്. എനിക്ക് തോന്നുന്നു ബ്രിട്ടാസെ ആദ്യമായി എന്നെ ഇമിറ്റേറ്റ് ചെയ്തത് അഭിരാമിയാണ്. JB ജംഗ്ഷൻ കഴിയുന്നതിന് മുമ്പ് എന്നെ നേരെ ചൊവ്വേ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം അഭിരാമി കേട്ടാ. നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബ്രിട്ടാസ് എന്ന ബ്രിട്ടാസിനെയാണോ അതോ നല്ലവനായ ശരത്ത് എന്ന എന്നെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ഉത്തരം പറഞ്ഞോട്ടാ. ഈ ഷോ കഴിയുന്നവരെ ജോൺ ബ്രിട്ടാസിനെയാണ് ഇഷ്ടം, അത് കഴിഞ്ഞാൽ പിന്നെ ശരത്. അതാണ് ഉത്തരം പറയാൻ പോകുന്നത്. ശരത് സാറ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ആളാണ്. എനിക്ക് എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അതിന് മുകളിൽ ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ സാറിനെ പറയാം. ചിലപ്പോൾ എനിക്ക് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ പേഴ്സണൽ ലൈഫിൽ വരെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സാറ് മിക്കവാറും ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മോശമായിട്ട് പാടി കണ്ടു കഴിഞ്ഞാൽ സാർ അപ്പോൾ വിളിച്ചിട്ട് വഴക്ക് പറയും, ഇങ്ങനെയാണോ പാടുന്നത്, ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു തന്നേക്കണേ, അങ്ങനെ. അതേമാതിരി എന്തെങ്കിലും നല്ല കാര്യങ്ങളോ ഇനിയിപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ന്യൂസ് സാർ അറിയുകയാണെങ്കിൽ അപ്പോൾ വിളിച്ച് ചോദിക്കും, എന്താ മോളെ. സാറിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. സാർ എനിക്ക് വേൾഡിൽ ഇഷ്ടപ്പെട്ട കുറേ ആളുകളിൽ ഒരാളാണ് ശരത്. എൻ്റെ സ്വന്തം സാർ, എൻ്റെ ഒരു സ്വന്തം അഹങ്കാരം എന്നൊക്കെ എനിക്ക് പറയാം സാറിന്. അത്രയും ആണ് എനിക്ക് സാർ.